പാനൂരിൽ നഗരസഭാ ചെയർപേഴ്സനെ ചൊല്ലി ലീഗിൽ തർക്കമുണ്ട്. നൌഷത്ത് കൂടലിനെ ചെയർപേഴ്സൺ ആക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നു. ഉമൈസ തിരുവമ്പാടിയെ അധ്യക്ഷയാക്കണമെന്നാണ് ആവശ്യം. ഉമൈസയെ പിന്തുണയ്ക്കുന്നവർ പാനൂർ ടൗണിൽ പ്രകടനവും നടത്തി. നിഖിൽ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിലെ, എങ്ങനെയാണ് ഈ ചർച്ചകൾ പോകുന്നത്? സേതു, കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പാർലമെന്ററി കൗൺസിൽ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് 18ാം വാർഡിൽ നിന്ന് ജയിച്ച നൌഷത്ത് കൂടത്തിലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു തീരുമാനം. ആ തീരുമാനം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഉമൈസ തിരുവമ്പാടിയെ ചെയർപേഴ്സൺ ആക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പെരിങ്ങത്തൂർ ഭാഗത്തു നിന്നുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്യമായി മുദ്രാവാക്യം വിളികളോടെ റോഡിൽ ഇറങ്ങിയത്. വലിയൊരു പ്രകടനം തന്നെ അവർ നടത്തി. ആ പ്രകടനത്തിൽ അവർ പ്രധാനമായും വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ ശ്രദ്ധേയമാണ്. ഇരുട്ടുമുറിയിലിരുന്ന് ഒന്നോ രണ്ടോ നേതാക്കൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുന്ന തീരുമാനമല്ല നടപ്പിലാക്കേണ്ടത്. ജനങ്ങളുടെ പ്രവർത്തകരുടെ വികാരമാണ്. ലീഗ് പ്രവർത്തകരുടെ വികാരം കൂടി മാനിച്ചായിരിക്കണം ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഈ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെ ആവശ്യമായി വന്നിരിക്കുന്നത്. നൌഷത്തിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണമായി ലീഗ് പറഞ്ഞത് അവർക്ക് ഭരണപരിചയമുണ്ട്, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളയാളാണ്, ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നൌഷത്ത് കൂടത്തിലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഉമൈസയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അവരും സമാനമായ നിലയിൽ ഈ ഭരണരംഗത്ത് പരിചയമുള്ള ആൾ തന്നെയാണ്, നിലവിലെ കൗൺസിലറാണ്. അതുകൊണ്ട് ഉമൈസയെ പരിഗണിക്കണം എന്നുള്ളതാണ് ആ ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ഏതായാലും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുമ്പോൾ 26ാം തീയതി ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാനിരിക്കുന്നതിനിടയിൽ ലീഗിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ പ്രതിഷേധത്തെ എങ്ങനെ നേതൃത്വം കൈകാര്യം ചെയ്യും എന്നുള്ളത് അതാണ് ഇനി അറിയേണ്ടതും. നിഖിലെ, ഇവരെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞായിരിക്കും തണുപ്പിക്കാൻ നോക്കുക, എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നാണ് അറിയാനുള്ളതും. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.